Hello my dear students, welcome back once again. Myself Naufal. ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ സൈഡ്ഗേസ്റ്റിലെ ഹ്യൂമൻ റൈറ്റ്സ് എന്നുള്ള പാർട്ടിലെ കെമിക്കൽ ഹാപ്പിനെസ് ആൻഡ് ദ മീനിങ് ഓഫ് ലൈഫ് എന്നുള്ള എസ്സേ ആണ്. ഇറ്റ്സ് റിട്ടൺ ബൈ യുവാൽ നോ ഹരാരി, എ ജൂയിഷ് ഓഥർ. Now let's look at the important works of the author. First is Sapiens, A Brief History of Mankind. It accounts from Stone Age to 21st century and Homo Deus, A Brief History of Tomorrow. ഹ്യൂമൻകൈൻഡിനെ കുറിച്ച് ഒരുപാട് സ്റ്റഡി നടത്തിയ ആളാണ് യുവാൽ നോഹ് ഹരാരി. ഈ ഒരു ടൈറ്റിൽ സൂചിപ്പിക്കുന്നത് പോലെ രണ്ട് പാർട്ടാണ് ഇതിലുള്ളത്. ദോ ഇറ്റ് ഈസ് നോട്ട് ഡിവൈഡഡ് ഇൻ ടു സെപ്പറേറ്റ് parts, that chemical happiness, what is chemistry of happiness, what factors that affect our happiness, and what is the meaning of life, that the author asks towards the end of this essay. So now let's come into the points. The first point I would like to introduce is, from the author's point of view, we do not necessarily to account to the author's opinion. It is the subjective opinion of Yuval Noah Harari. So now let's come into the author's point of views. First, who wins the battle? ബയോളജി ആണോ സോഷ്യൽ സയൻസ് ആണോ വിജയിക്കുന്നത്? നമുക്ക് മാക്സിമം ഹാപ്പിനെസ് ഇമ്പാർട്ട് ചെയ്യുന്നതിൽ ബയോളജി ആണോ സോഷ്യൽ സയൻസ് ആണോ വിജയി? ഇൻ ദി അതേഴ്സ് ഒപ്പീനിയൻ ഇറ്റ് ഈസ് പ്യുവർലി ബയോളജി. ഓൺലി ബയോളജി ക്യാൻ വിൻ ദ ബാറ്റിൽ, ബിക്കോസ് our happiness is a result of mainly three hormones, stimulated by three hormones, that are serotonin, oxytocin and dopamine. They secrete happiness in the opinion of Yuval Noah Harari. No social factors such as wealth, salary, politics, etc., so on and so forth, they do not account any kind of happiness towards us. The happiness is purely the result of the electric signals that passes through our brain. That is the Yuval Noah Harari's opinion. Then the author says that history cannot stimulate serotonin, it only stimulates the external stimuli. ചരിത്രത്തിന് നമുക്ക് ഹാപ്പിനെസ് തരുന്നതിൽ ഒരു റോളുമില്ല. ദോ ഇറ്റ് ഈസ് എൻ ഇൻഫ്ലുവൻസിങ് ഫാക്ടർ. നമുക്ക് പ്രീവിയസ് ആയിട്ട് എന്തെങ്കിലും കോട്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് എന്തെങ്കിലും നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, പക്ഷേ അത് നമ്മുടെ ബോഡിയിൽ ഒരു ചേഞ്ചസും വരുത്തുന്നില്ല. പക്ഷേ ദോ ഇറ്റ് ഈസ് എൻ ഇൻഫ്ലുവൻസിങ് ഫാക്ടർ വി ക്യാൻ സേ, ബട്ട് ഇറ്റ് ഈസ് നെഗ്ലിജിബിൾ കമ്പയർഡ് ടു ദി ബയോളജി. Biology wins the battle. Only biology can give us happiness. Manipulating the biosystem, we can convert a gloomy person into a happy person. So there is a comparison between a French peasant and banker. The author makes a comparison between, to prove the point of the author. The author is comparing a French peasant, a banker. Peasant means ഒരു ഫ്രഞ്ച്, ഒരു പഴയ മധ്യകാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു കർഷകനെയും ഒരു ബാങ്കറിൻ്റെയും ഒരു ഹാപ്പിനെസ് ലെവല് ഓതർ പരിശോധിക്കുകയാണ്. അവർ രണ്ടുപേരും ഒരു ഉദ്യമത്തിന് ഇറങ്ങി പുറപ്പെട്ടു. ഒരാൾ ഫ്രഞ്ച് കർഷകന് അദ്ദേഹത്തിൻ്റെ ഹട്ട്, ഒരു കുടിൽ എങ്ങനെയെങ്കിലും കെട്ടിപ്പടുക്കുക എന്നുള്ള സ്വപ്നവുമായി അദ്ദേഹം പുറപ്പെട്ടു. അപ്പോൾ ഇത്രയും കാലത്തിൻ്റെ ഉള്ളിൽ ഇദ്ദേഹം അത് പൂർത്തീകരിക്കും എന്നുള്ള ആ ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടി തന്നെ അദ്ദേഹം പുറപ്പെട്ടു. ആ ഒരു ടൈമിൽ അദ്ദേഹം പൂർത്തിയാക്കി മുഴുവൻ കാര്യങ്ങളും കഴിച്ചു. ആ ഒരു കുടിൽ, അദ്ദേഹത്തിൻ്റെ സ്വപ്നഭവനം അവിടെ പൂർണ്ണമായി. അതേസമയം തന്നെ നല്ല പൈസക്ക്, നല്ല വെൽത്തുള്ള, നല്ല സമ്പത്തുള്ള നമ്മുടെ ഒരു ബാങ്കർ, നമുക്കറിയാം ബാങ്കർ പെസൻറ്റ് ഇവർ തമ്മിലുള്ള അന്തരം വളരെ വലുതാണ്.
അപ്പോൾ ബാങ്കർ, ഇഫ് ഈസ് എ വെൽത്തി മാൻ, ബാങ്കർ, അപ്പോൾ ബാങ്കർ അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്ന ഭവനമായ ഒരു പെൻത്ത് ഹൗസ്, ഒരു വലിയ മാളിക, വലിയ ഫ്ലാറ്റ് സമുച്ചയം എന്നൊക്കെ നമുക്ക് പറയാം, ഒരു ബിൽഡിംഗ്, അതിൻ്റെ ഒരു മുഴുവൻ കടമ്പയും കഴിഞ്ഞപ്പോൾ, അതിൻ്റെ മുഴുവൻ പൈസയും കൊടുത്തു കഴിഞ്ഞപ്പോഴുള്ള സന്തോഷവും നമ്മുടെ ഫ്രഞ്ച് പെസൻറ്റിൻ്റെ സന്തോഷവും, ഇവർ രണ്ടുപേരും പണി കഴിപ്പിച്ചപ്പോൾ, രണ്ടാളുടെയും സ്വപ്ന ഭവനമാണ്, ഒരാൾ ചെറ്റക്കുടിലും ഒരാൾ മണിമാളികയും, ഈ രണ്ട് സാധനങ്ങളുടെയും പണി കഴിഞ്ഞപ്പോൾ ഇവർക്ക് രണ്ടു പേർക്കും ഒരേ ഹാപ്പിനെസ് ലെവലാണ്, 10 ഹാപ്പിനെസ് ലെവലാണ് മെഷർ ചെയ്തത് ഒരു കേസ് സ്റ്റഡി എന്നോളം. ഒരാൾക്ക് ഒരു അയോട്ട എന്നുള്ള ഒരു വർധനവ് വന്നിട്ടില്ല. കാരണം ഇവർ it is to prove that the only biology can give us happiness, not the social factors, any materialistic things that do not give us happiness. That is the point of the author. Then she asked the question, the author asked the question that does marriage produces happiness? Does marriage produce happiness? ഒരാൾ കല്യാണം കഴിച്ചാൽ അത് ഹാപ്പിനെസ് തരുമോന്ന്. To prove her point, the author says that the author compares the human biochemical system with an AC system. She says that the human biochemistry is just like an AC system. That there are different types of AC system that is set in different degrees. Some ACs are set in 25 degrees, some ACs are 20 degrees. Like that, human beings are also like that in the author's point of view. And in her opinion, the author's opinion, the marriage does not produce happiness, but happiness produces marriage. ഒരു ഗ്ലൂമി ബയോകെമിസ്ട്രി ഉള്ള ആൾ എനിക്ക് ഹാപ്പിനെസ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് വിവാഹം കഴിച്ചാൽ ആ ഒരു മാരേജ് ഇറ്റ് ഈസ് നോട്ട് എ സക്സസ്. ബട്ട് പീപ്പിൾ വിത്ത് ചിയർഫുൾ ബയോകെമിസ്ട്രി, ഇഫ് ദേ മാരി, it will end in the happy moments. It will impart us the happiness, impart the couples happiness. പിന്നെ അദ്ദേഹം പറയുന്നുണ്ട്, എവറി പ്ലഷേഴ്സ് ആർ മൊമെൻ്ററി, എല്ലാ സന്തോഷങ്ങളും നൈമിഷികമാണ്. ഈവൻ സെക്ഷൽ പ്ലഷർ, ഇഫ് ദി സെക്ഷൽ പ്ലഷർ ലാസ്റ്റ് ലോങ്സ്, the people, especially the men, will die of hunger, forgetting to eat. എല്ലാ പ്ലഷേഴ്സും മൊമെൻ്ററിയാണ്, നൈമിഷികം മാത്രമാണ്. നമുക്ക് ഒരു വെറൈറ്റി കൊണ്ടുവന്നാൽ പുതിയ ഹാപ്പിനെസ്, അത് ഹാപ്പിനെസ് തരും, പക്ഷെ അത് നൈമിഷികമാണ്, അത് ഒരിക്കലും ലാസ്റ്റ് ചെയ്യൂല, ഒരുപാട് നേരം നിലനിൽക്കില്ല എന്നാണ് നമ്മുടെ ഓഥർ പറയുന്നത്. പക്ഷേ by manipulating the biochemical system, a gloomy person can be converted into a happy person. അങ്ങനെ പറയുന്നുണ്ട്. പിന്നെ ഒരു സ്കെയില് പറയുന്നുണ്ട്, ഹാപ്പിനെസ്സിൻ്റെ സ്കെയില് 6 to 10 ആൻഡ് 3 to 7 പറയുന്നുണ്ട്. ഹാപ്പി ബയോകെമിസ്ട്രി ഉള്ള ആളുകളുടെ ഒരു ബയോകെമിസ്ട്രി ലെവല്, ഒരു സ്കെയിലിംഗ് മെഷർ എന്ന് പറയുന്നത് 6 to 10 ആണ്. ആൻഡ് ഗ്ലൂമി ബയോകെമിസ്ട്രി ഉള്ള ആളുകളുടെ ഒരു സ്കെയിൽ എന്ന് പറയുന്നത് 3 to 7 ആണ്. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാം. എങ്ങനെ? 3 to 7 ആൻഡ് 6 to 10. 6 to 10 ഉള്ള ആൾക്ക് 5ലേക്ക് വരില്ല, 3 to 7 ഉള്ള ആൾക്ക് 2ലേക്ക് വരില്ല, പക്ഷെ അന്തരം വലുതാണ്. 1-2 മെഷേഴ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും, അല്ലാതെ വലിയൊരു അന്തരമൊന്നും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. പിന്നെ നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ഇസ് ഇറ്റ് ഫാക്ട് ഓർ ഡിലൂഷൻ? ക്യാൻ വി ബി ഹാപ്പി ഓൾവേസ്? നമുക്ക് എപ്പോഴും സന്തോഷവാന്മാരായിരിക്കുക എന്നുള്ളത് യാഥാർത്ഥ്യമാണോ?
She says that the author says that it is only a mirage, and creating heaven on earth is only a mirage. ഭൂമിയിൽ ഒരു സ്വർഗം പണിയുക എന്നുള്ളത് നമ്മുടെ ഒരു സ്വപ്നം മാത്രമാണ്, പകൽ സ്വപ്നം മാത്രമാണ്. ഇറ്റ് വിൽ നോട്ട് ഹാപ്പൻ അറ്റ് എനി കോസ്റ്റ് എന്നാണ് പറയുന്നത്. ആൻഡ് ദി ഓതർ സേസ് ദാറ്റ് എവല്യൂഷൻ taught us none of us is created to be too miserable nor to be happy. ഒരാളും സൃഷ്ടിക്കപ്പെട്ടില്ല എങ്ങനെ എപ്പോഴും കഷ്ടപ്പെട്ട് ജീവിക്കുക, എപ്പോഴും സന്തോഷവാന്മാരിക്കുക, അങ്ങനെയില്ല. ഇത് ഇങ്ങനെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഇറ്റ് ഈസ് ഗോയിങ് ഇൻ്റർമിറ്റൻ്റ്ലി എന്നാണ് പറയുന്നത്. ആൻഡ് പിന്നെ അദ്ദേഹം പറയുന്നുണ്ട്, the author is saying that the gloomy people will always be complaining. ഒരു കേസ് സ്റ്റഡി നടത്തുന്നുണ്ട്. ഫ്രഞ്ച് റെവല്യൂഷൻ, ഫോർ എക്സാമ്പിൾ ഫ്രഞ്ച് റെവല്യൂഷൻ്റെ മുന്നേ ബയോകെമിസ്ട്രി ഹാപ്പി മൈൻഡുള്ള ആൾക്കാർ. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഫ്രഞ്ച് റെവല്യൂഷൻ്റെ മുന്നേ ഗ്ലൂമി ബയോകെമിസ്ട്രി ഉള്ള ആളുകൾ ദേ കംപ്ലൈൻറ്റ് അഗെയിൻസ്റ്റ് ലൂയി 16, Antoinette, etc. They kept on complaining even after they have got the freedom against the Europeans. They fought very bravely, but they kept on complaining even after they are getting succeeded. They complained against Marie Antoinette, Louis 16, the same situation as like before of French Revolution. Just like before the French Revolution, they kept on complaining. And the author again says that if our desired thing happens, it returns to our previous setting, previous measure. ബോധർ പറയാണ്, നമുക്ക് എന്തെങ്കിലും സന്തോഷമുള്ള കാര്യങ്ങൾ നടന്നാൽ അത് കുറച്ച് നേരത്തേക്ക് മാത്രം നീണ്ടു നിന്ന് പിന്നെ അത് പ്രീവിയസ് മെഷറിലേക്ക് തന്നെ ആ ഒരു സ്കെയിൽ പറഞ്ഞ പോലെ അതിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. ആ ഒരു ടെൻഡൻസിയാണ് ഹാപ്പിനെസ്സിന് കാണിക്കാനുള്ളത് എന്നാണ് ഈ ഒരു എസ്സേയിലൂടെ പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഈ ഓതറിൻ്റെ സബ്ജക്റ്റീവ് വ്യൂ പോയിന്റിൽ തന്നെ ഓതർ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് സോർട്ട് ഓഫ് ലൈഫ് ഗിവ്സ് us ഹാപ്പി. പിന്നെ ഓതർ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണം. Now let's come into another point. The author asked a question, what sort of life gives us happiness? എന്താണ് നമുക്ക് ഹാപ്പിനെസ് തരുന്നത്? Can happiness be attained through materialistic pleasures? മെറ്റീരിയലിസ്റ്റിക് പ്ലഷേഴ്സിന് ഒരിക്കലും ഹാപ്പിനെസ് തരാൻ കഴിയില്ല. പക്ഷേ നമ്മുടെ മൈൻഡ് സെറ്റ് ആ ഒരു രീതിയിൽ സെറ്റ് ചെയ്താൽ നമുക്ക് ഹാപ്പിനെസ് അറ്റൈൻ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നീറ്റ്സയുടെ ഒരു സെൻറ്റൻസ് കോട്ട് ചെയ്യുന്നുണ്ട് ഇവിടെ. ഇഫ് യു ഹാവ് എ വൈ ടു ലിവ് വി ക്യാൻ ബിയർ ഇറ്റ് എനി ഹൗ. നമുക്ക് എന്തുകൊണ്ട് ജീവിക്കണം എന്നുള്ള ആ ഒരു ത്വര നമ്മുടെ മനസ്സിലുണ്ടോ? It will dismantle all the disparities. It will dismantle all the obscurities, all the impediments in front of us. എല്ലാ തടസ്സങ്ങളും അത് നീക്കി നമുക്ക് മുന്നോട്ട് പോകണം എന്നുള്ള ആ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ അതൊക്കെ ആ ഒരു ഹാപ്പിനെസ് നമുക്ക് ഇങ്ങനെ നിലനിർത്താൻ കഴിയും. പക്ഷേ ഇറ്റ് ഡസ് നോട്ട് ലാസ്റ്റ് ലോങ് എന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നത് ഹാപ്പിനെസ് ബിഗിൻസ് വിത്തിൻ. Happiness begins within. Then the author says that connecting to the spirituality, there is a comparison between the modern people and the medieval people. Earlier they practiced spirituality in a high amount, in a high measure. But now the modern people can't
cannot survive this because the modernity is against the principle of happiness. പിന്നെ ഓതൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്, നമ്മുടെ ഡസ് ദ സ്പിരിച്വാലിറ്റി ഇൻക്രീസ് ഹാപ്പിനെസ്? അതിനു വേണ്ടി മെഡീവൽ പീപ്പിളിനെയും മോഡേൺ പീപ്പിളുടെയും ഒരു സ്പിരിച്വാലിറ്റി ലെവൽ കമ്പയർ ചെയ്യുന്നുണ്ട്. ദറ്റ് ഈസ് എ കമ്പാരിസൺ ബിറ്റ്വീൻ ദ മെഡീവൽ പീപ്പിൾ ആൻഡ് ദി മോഡേൺ പീപ്പിൾ ഇൻ ദി അക്കൗണ്ട് ഓഫ് സ്പിരിച്വാലിറ്റി. മെഡീവൽ പീപ്പിളിനെ സംബന്ധിച്ചിടത്തോളം അവരെപ്പോഴും ഹാപ്പിനെസ് ലെവലിൽ ഉയർന്നു നിൽക്കുകയാണ്, പക്ഷേ മോഡേൺ പീപ്പിൾ എപ്പോഴും താഴ്ന്നു നിൽക്കുകയാണ്. കാരണം അദ്ദേഹം പറയുന്നത്, കാരണം because the author says that our desires are transcendental. Our desires are not ending. Once we get a car, we want to get another car. The signified changes always. There is a sudden transition from our current happiness to another happiness. ഒരു കാര്യം കിട്ടിയാൽ അതുക്കും മേലെ അങ്ങനെ പോയി നമ്മുടെ ഹാപ്പിനെസ് നമുക്ക് തീരെ ഹാപ്പിനെസ് കിട്ടാതെ പോകുന്നു. ബിക്കോസ് അവർ ഡിസയേഴ്സ് ആർ വെരി ലാർജ്, ഡിസയേഴ്സ് ആർ ഗോയിങ് ബിയോണ്ട് അവർ ഡിസയേഴ്സ് ആൻഡ് ബിയോണ്ട്. പിന്നെ പറയുന്നത് ദർ ഇസ് എൻ ഓണ്ടോളജിക്കൽ ട്രാൻസിഷൻ, ഒരു കൾച്ചറൽ ട്രാൻസിഷൻ ഉണ്ട് നമ്മളെ മെഡീവൽ പീപ്പിളിൽ നിന്നും മോഡേൺ പീപ്പിളിലേക്ക് വന്നപ്പോൾ. മെഡീവൽ പീപ്പിൾ ദേ ബിലീവ്ഡ് ഇൻ ദി ലൈഫ് ഹിയർ ആഫ്റ്റർ. അവർക്ക് ഇവിടെ ഇവിടെ സുഭിക്ഷമായി ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും വേറൊരു ലോകം വരുന്നുണ്ടല്ലോ എന്നുള്ള ഒരു പ്രതീക്ഷയോട് കൂടിയാണ് അവർ ജീവിച്ചത്. അതുകൊണ്ട് തന്നെ അവരുടെ ഹാപ്പിനെസ് ലെവല് വളരെ വലുതായിരുന്നു. പക്ഷേ മോഡേൺ പീപ്പിളിൽ അങ്ങനെയില്ല, സ്പിരിച്വാലിറ്റി ഇല്ല എന്നാണ് ഓഥറിൻ്റെ ഒരു ഒപ്പീനിയൻ. ദെൻ ദി ഓഥർ ബിഫ്രൻഡ് സയൻസ്. ഓഥർ സയൻസിനെ കൂട്ടിപ്പിടിക്കുകയാണ് ആൻഡ് സേസ് ദാറ്റ് this earth is only the human beings are only an outcome of a blind evolutionary process. ഹ്യൂമൻ ബീയിങ്സ് ഇവിടെ ഇല്ലെങ്കിലും ഇങ്ങനെ കാര്യങ്ങൾ ഇവിടെ വേറെ ജീവികളെ വെച്ച് നടന്നു പോകും എന്നാണ് ഈ ഒരു ഹരാരി പറയുന്നത് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിലൂടെ. ദെൻ വി ക്യാൻ കം ഇൻ ടു ദി ലാസ്റ്റ് ബട്ട് വൺ സെക്ഷൻ, ദാറ്റ് ഈസ് ഹൗ ഡിഫറെൻറ്റ് പീപ്പിൾ ഫൈൻഡ് മീനിങ്സ്. എങ്ങനെയാണ് പല സമൂഹത്തിൻ്റെ പല കോണുകളിലും പല മേഖലകളിലും വർക്ക് ചെയ്യുന്ന ആളുകൾ ഹാപ്പിനെസ് കണ്ടെത്തുന്നത്. ടീച്ചേഴ്സ് ഫൈൻഡ് ഹാപ്പിനെസ് ഇൻ ടീച്ചിങ്. Soldiers find happiness in keeping the doors of the nation, keeping the gate of the nation. A scientist find meanings in observing things and finding discoveries, etc. So different people they are finding meaning through different works that they find meaning to their senses. And one thing I omitted in the first section is that there is economist Daniel Kahneman, who is a Nobel Prize winner, and he contradicts a statement that he opposes a statement that happiness equals pleasure. That he gives as an example that the happiness equals pleasure is wrong. He gives us an example that every parents are doing their the routines of their children not because of the pleasurable things, but it gives them happiness. Why? That is the question raised by the Daniel Kahneman. That is, in a nutshell, all are related to our mindset. മൈൻഡ് എങ്ങനെയാണോ സെറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഹാപ്പിനെസ് നമുക്ക് റെസ്പോണ്ട് തരുന്നത് എന്നാണ് ഡാനിയൽ കൊഹൻമാൻ പറയുന്നത്. അപ്പോൾ that statement is wrong. So
കുട്ടികളുടെ അടിസ്ഥാന കാര്യങ്ങൾ പാരൻസ് എല്ലാവരും ചെയ്യുന്നു. അപ്പോൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം പ്ലഷറബിൾ ആണെന്നാണ് എല്ലാ മാതാപിതാക്കളുടെയും ഭാഷ്യം. അങ്ങനെയാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പ്ലഷറബിൾ ആയിക്കൊള്ളുന്നില്ല. പക്ഷേ അത് ഹാപ്പിനെസ് തരുന്ന കാര്യങ്ങളുണ്ട്, പ്ലഷറബിൾ അല്ലാത്ത കാര്യങ്ങൾ. അത് നമ്മുടെ മൈൻഡ് സെറ്റായിട്ട് ബന്ധപ്പെട്ടാണ്. ദാറ്റ് ഈസ് വാട്ട് the author is trying to say. So let's come into the last section, that is, can our gloominess can be cured? ദുഃഖിച്ചിരിക്കുന്ന ആളുകളുടെ മാനസിക നില, ദുഃഖിച്ചിരിക്കുന്ന ആളുകൾക്ക് സന്തോഷം കൊടുക്കാൻ കഴിയുമോ എന്നാണ്. Towards the last section, Harari asks. And the answer is, we can, but only by manipulating the biochemical system. That is through different drugs, synthetics, etc. So one thing the author is saying that Prozac is an antidepressant. It can cure Prozac. And Soma is a synthetic drug. It can cure the gloominess. It replaces police and ballot with efficiency എന്ന് പറഞ്ഞു. അതായത് സോമ എന്നുള്ള സിന്തറ്റിക് ഡ്രഗിന് പിന്നെ നമ്മുടെ രാജ്യത്ത് ആ ഒരു സോമ എന്നുള്ള സിന്തറ്റിക് ഡ്രഗ് എടുത്താൽ എല്ലാവരും ഒരേ ഹാപ്പിനെസ് ലെവലിലാവും എന്നാണ് ഹരാരി പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മോഷ്ടാവിനും മോഷ്ടിക്കാനുള്ള ത്വരയുണ്ടാവില്ല. പോലീസ് എന്നുള്ള ഒരു ഉദ്യോഗത്തിൻ്റെ ആവശ്യമില്ല, എലക്ഷൻ്റെ ആവശ്യമില്ല. ഇതൊക്കെയാണ് നമ്മുടെ ഓഥർ പറയുന്നത്. Then a dystopian novel is mentioned. Dystopia means there is not, it is a hell-like place, evil place. Dystopian novel. So Brave New World is a dystopian novel written in 1932 by Aldous Huxley. Dystopia means hell-like place, we know, and we don't like that place. At the time of Great Depression in 1930s, due to the collapse of every economies, markets, etc., what he tries to bring in this novel Brave New World is that happiness is the supreme one. There is nothing to cross the happiness. There is nothing to overtake happiness. So that's what he says. Happiness is supreme, and through these synthetic drugs and Prozac, it can bring us happiness എന്നാണ് പറയുന്നത്. Then the third mode, through imitating others, it imparts us happiness എന്നാണ് പറയുന്നത് അദ്ദേഹം. മറ്റുള്ളവരെ അനുകരിക്കുന്നതിലൂടെ നമുക്ക് ഹാപ്പിനെസ് കൊണ്ടുവരാൻ കഴിയുന്നു. The best example is a child. A child finds happiness in imitating others. What others act, he tries to act as if so. അതൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് അദ്ദേഹം പറഞ്ഞത്. Imitation can bring us happiness. And towards the end of the essay, the author is completely pessimistic, delusional, that we are all in a delusion of happiness. That is what the author says. And our perennial delusion is connected with collective delusion. We are all trying to imitate others, and we find happiness in that. That is a collective delusion in the author's opinion. And we have the unwanted desires, and it does not bring the happiness, however. And this is what
the author, the Harari, tries to say in this essay. So we have seen a lot of wherewithals for happiness, and what are the remedial measures to cure of happiness, etc. So this is all about chemical happiness and the meaning of life. Thank you all.